തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും കാണാതായെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ചൊല്ലി വിവാദം കനക്കുന്നു. റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്ന് ആരോപിച്ച് ക്ഷേത്ര ഭരണസമിതി രംഗത്തെത്തി. റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബവും സർക്കാരിനെ സമീപിക്കും. ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ആക്ഷേപം. വിഷയം ഗൗരവത്തോടെ സർക്കാർ പരിശോധിക്കുമെന്നും ക്ഷേത്ര സ്വത്തുക്കൾ അപഹരിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കടുത്ത സുരക്ഷാ വീഴ്ചയും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുവകകളുടെ കാര്യത്തിൽ അനാസ്ഥയും നടക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് ADGP വിജയൻ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഭക്തർ സമർപ്പിച്ച ഏകദേശം 78 ഗ്രാം സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും കാണാതായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയ ബഹുനില സ്വർണ്ണവിളക്ക് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിച്ചിട്ടില്ലെന്നും അതിനു പകരം ഔദ്യോഗിക രേഖകളില്ലാതെ വെള്ളിവിളക്ക് സ്ഥാപിച്ചതായും റിപ്പോർട്ടിലുണ്ട്. അറ്റകുറ്റപ്പണിയുടെ പേരിൽ മാറ്റിയ ശ്രീകോവിലിനുള്ളിൽ പരമ്പരാഗതമായി ചാർത്തിയിരുന്ന വൈരനാമം കഴിഞ്ഞ 6 മാസമായി ക്ഷേത്രത്തിൽ ഇല്ലെന്നും ഏപ്രിൽ 20-ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ക്ഷേത്രത്തിലെ ചെമ്പകത്തിൻമൂട് പ്രവേശന കവാടത്തിലൂടെ ചിലർ നിർബന്ധിത സുരക്ഷാ പരിശോധനകൾ പൂർണ്ണമായും ലംഘിച്ച് അകത്ത് കടക്കുന്നുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസ് പറയുന്നു. ഇവർക്ക് ആദിത്യവർമ്മയുമായി അടുത്ത ബന്ധമുണ്ടെന്നും കവടിയാർ കൊട്ടാരം പതിവായി സന്ദർശിക്കാറുള്ളവരാണെന്നും റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഈ മാസം മെയ് 15-ന് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ക്ഷേത്ര ഭരണസമിതിയും തിരുവിതാംകൂർ രാജകുടുംബവും ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ക്ഷേത്ര ഭരണസമിതി ചെയർമാന് കൈമാറിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മെയ് 20-ന് ക്ഷേത്ര ഭരണസമിതി യോഗം ചേർന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടത്തിയിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടിൽ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന വൈരനാമം ഉൾപ്പെടെയുള്ള എല്ലാ തിരുവാഭരണങ്ങളും സ്വർണ്ണവിളക്കും സുരക്ഷിതമായി ക്ഷേത്രത്തിനകത്തു തന്നെയുണ്ടെന്ന് ഭരണസമിതി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണെന്ന് പത്രക്കുറിപ്പിലൂടെ ഭരണസമിതി വ്യക്തമാക്കി. ക്ഷേത്രത്തിലെ സുരക്ഷാ പരിശോധനകളിൽ ആർക്കും ഒരു വിധത്തിലുള്ള ഇളവുകളും നൽകിയിട്ടില്ല. രാജകുടുംബാംഗങ്ങൾക്കോ ക്ഷേത്ര ജീവനക്കാർക്കോ പരിശോധന കൂടാതെ അകത്ത് പ്രവേശിക്കാനോ പുറത്തു പോകാനോ അനുവാദമില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കുന്നു. അതേസമയം ആദിത്യവർമ്മയെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിന് പിന്നിൽ വ്യക്തമായ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് രാജകുടുംബത്തിന്റെ ആരോപണം. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് മേധാവി ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വ്യാജ റിപ്പോർട്ട് ചമച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഭരണസമിതി സർക്കാരിന് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും കൊട്ടാരം സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും ക്ഷേത്രമുതലുകൾ കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്ന കൊട്ടാരത്തിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് ഏത് വിധത്തിൽ അന്വേഷണവും നടത്തുന്നതിൽ അവർക്ക് എതിർപ്പില്ല എന്നാണ്. ഒരു കാരണവശാലും ഒരു ക്ഷേത്ര സ്വത്തും അപഹരിക്കാൻ പാടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോടാണ് അഭിപ്രായം ഗവൺമെൻറ് ചോദിച്ചത്. അവരുടെ അഭിപ്രായം ആണ് പത്രത്തിൽ TV-യിലൊക്കെ കണ്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ അന്വേഷണം നടത്താതിരിക്കില്ല. ആഭ്യന്തര മന്ത്രാലയമായിട്ട് ആലോചിച്ച് അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി ഉണ്ടാകാത്ത പക്ഷം കോടതിയെ സമീപിക്കാനാണ് രാജകുടുംബത്തിന്റെയും ഭരണസമിതിയുടെയും തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.